ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരു കപ്പ് റവ കൊണ്ട് ആവിയിൽ വേവിച്ചെടുത്ത നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നല്ല പഞ്ഞി പോലത്തെ ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് വെറും 15 മിനിറ്റേ ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കുന്ന ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ മിക്സറിൻ്റെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് അളവ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. റവ നിങ്ങൾക്ക് വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള റവ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ വറക്കാത്ത റവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഇതുപോലെ നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ മിക്സറിൻ്റെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മുട്ടയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. മിക്സറിൻ്റെ ജാർ എടുക്കുമ്പോൾ അതിൽ വെള്ളപ്പറ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാനിതിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഹൈ സ്പീഡിൽ ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് അരക്കപ്പ് അളവ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നിങ്ങൾക്കിത് പഞ്ചസാര ഉപയോഗിച്ചോ ശർക്കര ഉപയോഗിച്ചോ തയ്യാറാക്കാവുന്നതാണ്. ഇതും ഒന്ന് ഹൈ സ്പീഡിൽ നല്ലപോലെ തന്നെ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലാണ്. ഞാനിപ്പോൾ ഇവിടെ റിഫൈൻഡ് ഓയിലാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്കിതിൽ പകരം ബട്ടറോ നെയ്യോ ഉപയോഗിക്കാവുന്നതാണ്. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ലോ സ്പീഡിൽ വേണം നമ്മളൊന്ന് കറക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മളിതിലേക്ക് പൊടിച്ച റവ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു മണവും കിട്ടും, മുട്ടയുടെ ആ ഒരു ടേസ്റ്റ് മാറിക്കിട്ടും. അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ലോ സ്പീഡിൽ ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം 1/4 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് നമ്മളുടെ കൂട്ട് വേണ്ടത്. പാല് റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. ഇതൊരു 5 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ ഒരു സമയമാകുമ്പോഴേക്ക് റവയൊക്കെ ഒന്ന് കുതിർന്ന് വന്നോളും. ഇതിപ്പോൾ പാകത്തിന് തന്നെയാണ് ഉള്ളത്. അഥവാ നിങ്ങളുടെ കൂട്ട് ഒരുപാട് കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം പാലൊഴിച്ച് കൺസിസ്റ്റൻസി റെഡിയാക്കാം. ഇതിൻ്റെ പകുതി കൂട്ട് ഞാനിപ്പം വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിതിപ്പോൾ 2 ലെയറായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഒന്ന് ചോക്ലേറ്റിൻ്റെ ഒരു ടേസ്റ്റിലും മറ്റേത് വാനില ഫ്ലേവറിലും ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഞാനിപ്പം 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരല്പം കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും കറക്റ്റ് പാകത്തിന് നമ്മളുടെ കൂട്ട് കിട്ടിക്കോളും. നിങ്ങൾക്ക് ഈ ഒരു രീതിക്ക് തയ്യാറാക്കാം. അല്ല ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കൊക്കോ പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ വനില രുചിയിലും തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ കൂട്ട് ഇവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് നമ്മളുടെ കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി വേണ്ടത്. ഇനി ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. ഞാനിപ്പോൾ ഇവിടെ 1/4 ടീസ്പൂണിൻ്റെ പകുതി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂണിൻ്റെ പകുതി വേറൊരു ബൗളിലേക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മൊത്തത്തിൽ തയ്യാറാക്കിയെടുക്കുന്നതാണെങ്കിൽ ടോട്ടലായിട്ട് 1/4 ടീസ്പൂണാണ് നമുക്ക് ബേക്കിംഗ് സോഡ ആവശ്യമായിട്ട് വരിക. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു രീതിക്ക് മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും നമ്മളുടെ ബാറ്റർ ഇവിടെ റെഡിയായി കിട്ടും. ഇത്രേ ഉള്ളൂ, ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കി എടുക്കാം. ഞാൻ ഇതുപോലത്തെ പാത്രത്തിലാണ് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു പാത്രം നല്ലപോലെ എണ്ണയോ നെയ്യോ ഒന്ന് തടവി കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇതുപോലെയാണ് ലെയർ ചെയ്തെടുക്കുന്നത്. നമ്മൾ സാധാരണ മാർബിൾ കേക്കൊക്കെ ലെയർ ചെയ്യുന്ന ആ ഒരു രീതിക്കാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ആദ്യം ഒരു ലെയർ വാനില ഫ്ലേവറിലുള്ളത് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് ഫ്ലേവറിൽ തയ്യാറാക്കിയത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ആ ഒരു വനിലയുടെ ലെയർ ഉണ്ടാക്കും. അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ചോക്ലേറ്റ് ലെയറും കൂടെ തയ്യാറാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാനിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു സ്ക്യൂർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ചോക്ലേറ്റും വാനിലയും അങ്ങനെ മിക്സായി കിടന്നോളും. ഒന്ന് നല്ലപോലെ ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് നട്ട്സും കൂടെ ഞാനിവിടെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ബദാമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് ഇടണമെന്ന് നിർബന്ധമില്ല, കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾക്കിത് ആവിയിൽ വേവിച്ചെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ സ്റ്റീമർ വെള്ളമൊഴിച്ചിട്ട് ആവി വരാൻ വേണ്ടി വെച്ചിരുന്നു. നല്ലപോലെ ആവി വന്നതിന് ശേഷം നമുക്ക് പാത്രങ്ങൾ ഓരോന്നായിട്ട് ഇറക്കി വെക്കാം. അതിനുശേഷം അടച്ച് വെച്ചിട്ട് 15 മിനിറ്റ് നേരത്തേക്ക് ഹൈ ഫ്ലെയിമിൽ വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. 15 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുക. പാകത്തിന് റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം
കൂടുതൽ സമയം വെച്ച് കൊടുത്താൽ മതി. ഇതുപോലെ ഒരു ടൂത്ത് പിക്കോ സ്ക്യൂറോ ഒന്ന് ഇട്ട് നോക്കുക. അത് ക്ലീൻ ആയിട്ട് വരുന്നില്ലെങ്കിൽ മാത്രം ഒരു എക്സ്ട്രാ ഒരു 5 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ചൂടൊക്കെ ആറാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ചൂട് നല്ലപോലെ മാറി വന്നതിന് ശേഷം നമുക്കിതിൻ്റെ സൈഡ് ഭാഗത്ത് നിന്ന് ഇതുപോലെ കൈ ഉപയോഗിച്ച് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് കയ്യിലേക്ക് ടാപ്പ് ചെയ്യുമ്പോൾ അത് ഈസി ആയിട്ട് ഡീമോൾഡ് ആയിട്ട് വന്നോളും. ഒട്ടും തന്നെ പറ്റിപ്പിടിക്കൊന്നുമില്ല. അപ്പോൾ ഇതിപ്പം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാനും പറ്റിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മളുടെ പലഹാരം ഇരിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് വളരെ ഹെൽത്തി ആയ രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്ന റവ കൊണ്ടുള്ള ആ ഒരു പഞ്ഞി പോലത്തെ കേക്ക് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു ഫ്ലേവറിലാണ് ഈ ഒരു കേക്ക് ഉണ്ടാകുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സ് ഒക്കെ പറയുക. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.